ഫൈസലെ, എൻ്റെ വിചിന്തനം 2007 ഫെബ്രുവരി ലക്കത്തിലെ ഒരു ലേഖനം എടുത്തു വെച്ച് താങ്കൾ ഒരു വെല്ലുവിളി നടത്തിയതായി കേട്ടു. അത് വീണ്ടും മുജാഹിദീങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തയ്യാറുണ്ടോ? തയ്യാറാണ്. പക്ഷെ എന്നോട് അങ്ങോട്ടൊരു വെല്ലുവിളി. ആ വിചിന്തനം ലേഖനത്തിൽ എവിടെയെങ്കിലും ജിന്നുകളെയോ മലക്കുകളെയോ അവർക്ക് ഖുർആനിലും ഹദീസിലും പറഞ്ഞതായ കഴിവുകളെയോ പ്രവർത്തനങ്ങളെയോ പറ്റി അത് മനുഷ്യന് മനസ്സിലാക്കാൻ ഭൗതികമായി കഴിയും എന്ന നിലയിൽ അതിന് വഹയിന്റെയോ പ്രവാചക ഖുർആനിന്റെയോ സഹീഹ് ഹദീസിന്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ ഭൗതികമായി അറിയാൻ കഴിയുന്ന കാര്യമാണ് എന്ന നിലയിൽ, അഥവാ മനുഷ്യനെ സംബന്ധിച്ച് അവർ ഭൗതികമാണ്, ദൃശ്യമാണ് എന്ന നിലയിൽ ആ ലേഖനത്തിൽ എവിടെയെങ്കിലും ഒരു സൂചന പോലും എഴുതിയത് നിനക്ക് വായിച്ച് തുടക്കം മുതൽ ഒടുക്കം വരെ വായിച്ച് തെളിയിക്കാൻ നീ തയ്യാറാണോ? എന്നെ വെല്ലുവിളിക്കുന്നതാ. ആ ലേഖനത്തിന്റെ തുടക്കം തന്നെ വായിച്ചാൽ മനസ്സിലാവും എന്തിനാണ് അവിടെ ചർച്ച ചെയ്യുന്നത്, ഏത് വാദത്തിനെയാണ് അവിടെ ഗണ്ണിക്കുന്നത്, ഏത് വാദത്തിന് എങ്ങനെയാണ് അവിടെ മറുപടി പറയുന്നത്. ആ ലേഖനത്തിന്റെ തുടക്കം മുതൽ വായിച്ചാൽ തന്നെ മനസ്സിലാവും. പച്ച മലയാളത്തിൽ എഴുതിയ ഇത് ഫൈസലിന് കൂട്ടിമാട്ടാൻ കഴിയില്ല. കിതാബിലൊക്കെ വളച്ചു പിടിക്കുകയും ദുർവ്യാഖ്യാനം ചെയ്യണ്ടല്ലോ, അതുപോലെ ഇത് മലയാളത്തിൽ എഴുതി എനിക്ക് കൂട്ടിമാട്ടാൻ കഴിയൂല. അതില് അബ്ദുൽ ഹമീദ് ഫൈസി ജിന്നുകൾക്കും മലക്കുകൾക്കും ഖുർആനിലും സഹീഹ് ഹദീസിലും പറഞ്ഞ കഴിവുകളും പ്രവർത്തനങ്ങളും ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മുജാഹിദുകൾ നാളിതുവരെ ഇബാദത്തിന് വിശദീകരണത്തിൽ പറയുന്ന അദൃശ്യതയിലും അഭൗതികതയിലുമാണ് അത് ഉൾപ്പെടുക. ആ നിലക്ക് ആ വിശ്വാസം ഷിർക്കിലാണ് വരുക എന്നാണ് അബ്ദുൽ ഹമീദ് ഫൈസി പറയുന്നത്. ആ വാദത്തെ ഞാൻ ഗണ്ണിക്കുക. കാരണം ജിന്നുകൾക്കും മലക്കുകൾക്കും ഖുർആനിലും സുന്നത്തിലും പറഞ്ഞ കഴിവും പ്രവൃത്തിയും ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ അത് ഇബാദത്തിന്റെ വിശദീകരണത്തിൽ പറയുന്ന അദൃശ്യതയിലും അഭൗതികതയിലും അത് പെടൂല, അത് ശിർക്കിലും വരൂല, അത് ശിർക്കാവൂല. അത് ശിർക്കാവും എന്നാണ് അബ്ദുൽ ഹമീദ് ഫൈസി വരുത്തി തീർക്കുന്നത്. ആ വിഷയം ചർച്ച ചെയ്ത് അതിന് മറുപടി പറയുകയാണ് ആ ലേഖനത്തിൽ ചെയ്യുന്നത് എന്ന്. അതല്ലാതെ ഫൈസൽ മൗലവി തന്റെ മുന്നിലിരിക്കുന്ന പൊട്ടന്മാരായ വിഷ്ടക്കാരെ തെറ്റിദ്ധരിപ്പിക്കും പോലെ മനുഷ്യനെ സംബന്ധിച്ച് ജിന്ന് ഭൗതികമാണ്, അത് അദൃശ്യമല്ല ദൃശ്യമാണ് എന്നുള്ള കാര്യം ആ ലേഖനത്തിൽ ചർച്ച ചെയ്യുന്നതല്ല. എന്ന് മാത്രമല്ല, ഈ വിഷ്ടം വരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മുജാഹിദ് പ്രഭാഷണത്തിലോ പ്രസിദ്ധീകരണത്തിലോ ജിന്നുകളെയും മലക്കുകളെയും അവരുടെ കഴിവുകളെയും പ്രവർത്തനങ്ങളെയും പറ്റി ഭൗതികമാണ്, അവർ മനുഷ്യനെ സംബന്ധിച്ച് ഭൗതികമാണ് ദൃശ്യമാണ് എന്ന് എഴുതിയ ഒരര വരിയെങ്കിലും ഈ ഫൈസലിന് കാണിക്കാൻ കഴിയുമോ? എന്നെ വെല്ലുവിളിക്കുക ഉണ്ടെങ്കിൽ നീ കാണിച്ചുണ്ട്. അത് മനുഷ്യനെ സംബന്ധിച്ചായിക്കാണ് അത് എത്തിയത്. അഭൗതികം ഭൗതികം എന്ന് എഴുതുമ്പോൾ പല അർത്ഥതലങ്ങളും ഉണ്ട്. ഇപ്പൊ അള്ളാഹു അഭൗതിക എന്ന് പറയുമ്പോൾ അത് അള്ളാഹിനെ സംബന്ധിച്ചല്ല, ജിന്ന് അഭൗതിക എന്ന് പറയുമ്പോൾ അത് ജിന്നുകളെ സംബന്ധിച്ചല്ല. അതൊക്കെ മനസ്സിലാക്കണം. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് ഈ ലേഖനത്തിലോ മറ്റെവിടെയെങ്കിലുമോ ജിന്നുകളും മലക്കുകളും ഭൗതികമാണ് ദൃശ്യമാണ് എന്ന് എഴുതിയ വരിയാണ് കാണിക്കേണ്ടത്. അത് കാണിക്കാൻ കഴിയുമെങ്കിൽ തന്നെ എല്ലാ ലേഖനത്തിന്റെ ആ തുടക്കം തന്നെ ഞാൻ എഴുതിയോണ്ട് കാണിച്ചു തരാം. ഫൈസലിന്റെ തട്ടിപ്പ് വേഗം മനസ്സിലാക്കാം. 8 പതിറ്റാണ്ട് കാലം മുജാഹിദുകൾ തൗഹീദ് എന്താണെന്ന് വിമർശകന് മനസ്സിലായിട്ടില്ല. അതായത് അബ്ദുൽ ഹമീദ് ഫൈസിക്ക് മനുഷ്യർക്ക് അദൃശ്യമായത് മലക്കുകൾക്കും ജിന്നുകൾക്കും ദൃശ്യമാകുന്നതും മനുഷ്യ കഴിവിൽ പെടാത്തത് മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവിൽ പെടുന്നതും മുജാഹിദുകൾ ഒരു കാലത്തും ഇബാദത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നുമില്ല. അപ്പൊ ഇവിടെ വിഷയം എന്താണെന്നറിയോ? ഇബാദത്തിന്റെ വിശദീകരണത്തിൽ പറയുന്ന അദൃശ്യതയും അഭൗതികതയുമാണ്. അതിൽ ജിന്നുകളുടെയും മലക്കുകളുടെയും കഴിവ് പെടുമോ ഇല്ലേ എന്നുള്ളതാണ്. അതല്ലാതെ മനുഷ്യരെ സംബന്ധിച്ച് ഇവര് ഭൗതികമോ അഭൗതികമോ എന്നുള്ള ചർച്ച അല്ല. എന്നിട്ട് നോക്കി, അതുണ്ടായിരുന്നെങ്കിൽ മുസ്ലിയാരുടെ ആരോപണം ശരിയാണെന്ന് അംഗീകരിക്കാമായിരുന്നു. മലക്കുകളുടെയും ജിന്നുകളുടെയും മറ്റെല്ലാ സൃഷ്ടികളുടെയും കഴിവിനപ്പുറമുള്ള കഴിവുകളും അറിവുകളുമാണ് മുജാഹിദുകൾ ഇബാദത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയത്. അദൃശ്യ മാർഗേണയുള്ള ഗുണദോഷങ്ങൾ പ്രതീക്ഷിക്കുക എന്ന ഇബാദത്തിന്റെ നിർവചനമായി എഴുതിയതിനോടൊപ്പം അവർക്കുള്ള കഴിവും ഇതൊക്കെ മുജാഹിദീങ്ങൾ എഴുതിയപ്പോൾ തമ്മിൽ ചേർത്തി വായിച്ചാൽ തന്നെ ഇക്കാര്യം ബോധ്യപ്പെടും. അവർക്കുള്ള കഴിവും പ്രവൃത്തിയും ഉണ്ട് എന്ന് അംഗീകരിച്ചാൽ അത് ഇബാദത്തിന്റെ വിശദീകരണത്തിൽ പറയുന്ന അദൃശ്യതയിലോ അഭൗതികതയിലോ അത് പെടൂല എന്നാ പറഞ്ഞുകൊണ്ട് വരുന്നത്. അങ്ങനെ
അഭൗതികമാണ്, ആ നിലക്കുള്ള അഭൗതികമാണ് എന്ന് ബുദ്ധിയും വിവേകവും ഉള്ളവർ പറയൂല എന്നാണ് പറയുന്നത്. അന്നും ഇന്നും എന്നും മുജാഹിദുകളുടെ നിലപാട് ഇത് എന്നാണ് അവിടെ പറയുന്നത്, ലേഖനത്തിൽ പറയുന്നത്. ഏത് ജിന്നിനും മലക്കിനും ഖുർആനിലും ഹദീസിലും പറഞ്ഞ കഴിവും പ്രവർത്തനവും ഉണ്ട് എന്ന് വിശ്വസിച്ചാല് അത് ഇബാദത്തിന്റെ വിശദീകരണത്തിൽ പറയുന്ന അദൃശ്യതയിലോ അഭൗതികതയിലോ അത് വിടൂല. എന്നും മുജാഹിദിന്റെ നിലപാട് അതാണ്. ഇതാണ് ഈ ലേഖനത്തിലെ ചർച്ച. ഫൈസലെ, ദീൻ നടന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് ജിന്നും മലക്കും ഭൗതികാണെന്നുള്ള ആശയം എനിക്ക് കിട്ടിയത് അത് നിന്റെ മഞ്ഞക്കണ്ണട വെച്ച് നീ ദുർവ്യാഖ്യാൻ ചിഞ്ഞിണ്ടാക്കി പറഞ്ഞ ഒരാശയം വിചിന്തനം ലേഖനത്തിന്റെ പേരിലും എന്റെ പേരിലും വെച്ച് കെട്ടി പച്ചക്കള്ളം പറയുന്നത് എന്നെ ഞാൻ വെല്ലുവിളിക്കുക. മനുഷ്യനെ സംബന്ധിച്ച് ഇത് ജിന്നും മലക്കും അവരുടെ കഴിവും പ്രവൃത്തിയും അദൃശ്യമല്ല, ദൃശ്യമാണ്, അഭൗതികമല്ല, ഭൗതികമാണ് എന്ന ഒരു ചർച്ച ഈ ലേഖനത്തിൽ എവിടെ? അതാ നീ കാണിക്കേണ്ടത് എന്നെ വെല്ലുവിളിക്കുന്നു. തന്നെയല്ല, ഇനി നീ പറഞ്ഞതുപോലെ മനുഷ്യനെ സംബന്ധിച്ച് ജിന്ന് ദൃശ്യമാണ്, ഭൗതികമാണ് എന്നാണ് ഞാൻ വിചിന്തനം ലേഖനത്തിൽ എഴുതിയതെങ്കിൽ അത് ഇനി ശരിയാണെന്ന് നീ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. എങ്കിൽ കോയിത്തന സംവാദ വ്യവസ്ഥയിൽ നീ എഴുതിയെന്താ? ജിന്നിനെ പറ്റി മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്ന് എന്നല്ലേ? അപ്പൊ ഞാൻ ദൃശ്യം എഴുതിയത് ജിന്നുകളെയും മലക്കുകളെയും പറ്റിയാണെങ്കിൽ അത് എന്റെ വാദപ്രകാരം ശരിയാണെങ്കിൽ ഇനി കോയിത്തന സംവാദത്തിൽ എഴുതിയത് തെറ്റായില്ലേ? നിന്റെ പറഞ്ഞത് നേരെ എതിരായില്ലേ? ഞാൻ വിചിന്തനത്തിൽ ജിന്നും മലക്കും മനുഷ്യനെ സംബന്ധിച്ച് ഭൗതികം എന്ന് എഴുതുകയും ചെയ്ത് അതിന് ശരിയാണെന്ന് നീ പറയുകയും ചെയ്യുക. അതേ നീ എന്നെ കോയിത്തന സംവാദത്തിൽ പോയി ഞാൻ മനുഷ്യനെ സംബന്ധിച്ച് ജിന്നും അദൃശ്യവും അഭൗതികവും ആണെന്ന് നീ എന്നെ എഴുതുക. ഇത് രണ്ടും എങ്ങനെ ഫൈസല യോജിക്കുക? എനിക്ക് ഏതായാലും ബുദ്ധിയില്ല, അത് കേൾക്കുന്ന ഇഷ്ടം പൊട്ടന്മാർക്ക് ബുദ്ധി ഇല്ലേ? രണ്ടും ഞാൻ എഴുതിയ ഭൗതികമാണ്, മനുഷ്യനെ സംബന്ധിച്ച് ഭൗതികമാണ് എന്ന് എഴുതിയതെങ്കിൽ ഇനി കോയിത്തനയിൽ എഴുതിയ തെറ്റായി പോയില്ലേ? അതല്ല, ഇനി കോയിത്തനയിൽ എഴുതിയാണ് ശരിയെങ്കിൽ ഞാൻ വിചിന്തനത്തിൽ എഴുതിയ തെറ്റാവൂലേ? എന്താ ഫൈസൽ എനിക്ക് മറുപടി അറിയാനുള്ളത്? കോയിത്തന സംവാദത്തിൽ മനുഷ്യരെ സംബന്ധിച്ച് ജിന്ന് അദൃശ്യവും അഭൗതികവും എന്ന് നീ എഴുതി. ഞാൻ വിചിന്തനത്തിൽ എഴുതിയത് മനുഷ്യനെ സംബന്ധിച്ച് ഭൗതികമാണ് എന്ന് നീ വ്യാഖ്യാനിക്കുകയും ചെയ്ത്. അങ്ങനെ ആകുമ്പോ ഇത് രണ്ടും യോജിക്കൂലോ? ഒന്നൂക്കിൽ ഞാൻ എഴുതിയ തെറ്റ് അല്ല ഇനി എഴുതിയ തെറ്റ്, ഒന്നൂക്കിൽ ഞാൻ എഴുതിയത് ശരി അല്ല ഇനി എഴുതിയത് ശരി, അങ്ങനെയല്ലേ വരും? അതല്ലാതെ ഇത് രണ്ടും പരസ്പര വൈരുദ്ധ്യാവല്ലോ പൈസ. മലയാളത്തിൽ എഴുതിയ പോലും ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഇനി കിതാബ് ഓതി ഈ പാവങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഇത് തന്നെ പോരെ? എന്നെ വീണ്ടും 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 വെല്ലുവിളിക്കുന്നു. എന്റെയോ വിചിന്തനത്തിൽ മറ്റേതെങ്കിലും ലേഖനത്തിൽ മനുഷ്യനെ സംബന്ധിച്ച് ജിന്നും മലക്കും അവരുടെ കഴിവും പ്രവൃത്തിയും ഭൗതികമാണ്, ദൃശ്യമാണെന്ന് എഴുതിയ ഒരര വരിയെങ്കിലും നിനക്കും ഇഷ്ടത്തിലുള്ള എല്ലാവരെയും ഞാൻ വെല്ലുവിളിക്കും കാണിക്കാൻ കഴിയുമെങ്കിൽ കാണിക്കുക. ഞാൻ എന്റെ വിചിന്തനത്തിൽ ചർച്ച ചെയ്തത് ഇബാദത്തിന്റെ വിശദീകരണത്തിൽ പറയുന്ന അഭൗതികതയിൽ അഥവാ ആ അദൃശ്യതയിൽ ജിന്നുകൾക്കും മലക്കുകൾക്കും ഖുർആനിലും ഹദീസിലും ഉണ്ടെന്ന് പറയുന്ന കഴിവുകളിലും പ്രവർത്തനങ്ങളിലും വിശ്വസിച്ചാൽ ആ വിശദീകരണത്തിൽ പറയുന്ന അഭൗതികതയിൽ അത് പെടുമോ, അദൃശ്യതയിൽ അത് പെടുമോ, ആ വിശ്വാസം കൊണ്ട് ശിർക്ക് വരുമോ എന്നുള്ളതാണ് എന്റെ ചർച്ച. ശിർക്ക് വരും എന്നാണ് അബ്ദുൽ ഹമീദ് ഫൈസി കൊണ്ടുവരുന്നത്. അത് വരൂല, അത് അഭൗതികതയിൽ അത് പെടില്ല, അത് അദൃശ്യതയിൽ അത് വരില്ല എന്നാണ് ഞാൻ എന്റെ ലേഖനത്തിൽ സമർത്ഥിക്കുന്നത്. അത് എന്റെ ലേഖനം തുടക്കം മുതൽ ഒടുക്കം വരെ വായിക്കുന്ന